ഒരു കഥയെ ചൊല്ലട്ടുമാ. ഞാൻ 5ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തറവാട്ടിൽ ഒരു ഡാൻസ് മാഷ് വരുമായിരുന്നു, കുട്ടപ്പൻ മാഷ്. അപ്പോൾ എൻ്റെ കസിൻസിനെയും ചേച്ചിമാരെയൊക്കെ പഠിപ്പിക്കാനും പിന്നെ അയൽവക്കത്ത് കുറച്ച് കുട്ടികളെല്ലാവരും ഡാൻസ് പഠിപ്പിക്കാൻ വീട്ടിൽ മാഷ് വരുമായിരുന്നു എല്ലാ ശനിയും ഞായറും. അപ്പം ഞാൻ ഡാൻസ് പഠിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കാരണം എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ദക്ഷിണ തന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ കാല് ഒട്ടുകൊഴുത്ത് നമുക്ക് ഡാൻസ് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അന്നത്തെ എൻ്റെ വിവരക്കേടിന് ഞാൻ വാശി കാരണം പോയേയില്ല, എനിക്കിഷ്ടമില്ലെന്നും പറഞ്ഞു. കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. 8ലോ 9ലോ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കുറച്ച് ഗേൾസിനെ സെലക്ട് ചെയ്തു കലോത്സവത്തിന് പോകാനായിട്ട്. എന്നെ സെലക്ട് ചെയ്തു. പക്ഷെ അന്ന് കാണിച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നെ ഡാൻസിൽ നിന്ന് മാറ്റി. അപ്പം എനിക്കുണ്ടായ ഒരു മനോവിഷമവും ഒരു ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധവും തോന്നി. അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കളിക്കാമായിരുന്നല്ലോ എന്ന്. 2 വർഷം പിന്നെയും കടന്നുപോയി. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഡാൻസ് ക്ലാസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ 10ൽ പഠിക്കുമ്പോഴത്തേക്കും വീടിൻ്റെ അടുത്തൊരു ഡാൻസ് ക്ലാസ് വന്നു. ഞാൻ അവിടെ പോയി ചേരുകയും ചെയ്തു. ഇന്നത്തെ പാരൻസിനെ പോലെയല്ല, അന്ന് നമ്മുടെ പാരൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഞാൻ പോയി ചേർന്നു. അതിന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. പക്ഷേ എൻ്റെ കഷ്ടകാലം കാരണം ആ ഡാൻസ് ക്ലാസ് എനിക്ക് 3 മാസം കൊണ്ട് ആ പഠനം എനിക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ അങ്ങനെ കാലം കടന്നുപോയി, കോളേജും കല്യാണമൊക്കെ ആയി. പക്ഷേ ഈ ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നന്ദു വളർന്നു വലുതായി. നന്ദു കുറച്ച് വലുതായി കഴിയുമ്പോൾ അവൾക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും അവളെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു. RLV ശരണ്യ അഭിലാഷ് ടീച്ചറിൻ്റെ അടുത്ത് നന്ദുവിനെ കൊണ്ടുപോയി ചേർത്തു. ടീച്ചർ നന്ദുവിനെ നിർത്തിയിട്ട് ആദ്യം തൊഴാനൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് തട്ടടവ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം മനസ്സിലിങ്ങനെ പൊങ്ങി ഇങ്ങനെ തികട്ടി വരികയാണ്. അവസാനം ഞാൻ ചോദിച്ചു, ടീച്ചർ എന്നെയും പഠിപ്പിക്കാമോ എന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആരെ വേണേലും പഠിപ്പിക്കും, ഒരു കുഴപ്പമില്ല, വന്ന് ദക്ഷിണ വെച്ച് ചേർന്നോളാൻ പറഞ്ഞു. അപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്ത് ദക്ഷിണ വെച്ച് ഡാൻസിന് ചേർന്നു. അങ്ങനെ 2.5 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയാണ് ഈ കഴിഞ്ഞ ജാനുവരി 4-ാം തീയതി അരങ്ങേറ്റത്തിൽ ചെന്ന് നിന്നത്. പലപ്പോഴും എന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് നിർത്തണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പലതവണ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇതെനിക്ക് ചെയ്യണം, എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്നെക്കൊണ്ട് പറ്റുമെന്ന്. ഈ യാത്രയിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഡാൻസ് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത്. ആ സ്റ്റെപ്പ് ഞാൻ കയറി. അടുത്ത സ്റ്റെപ്പായിരുന്നു എൻ്റെ അരങ്ങേറ്റം എന്നുള്ളത്. ഇനി ഐ ഹാവ് മെനി മോർ സ്റ്റെപ്സ് ടു ക്ലൈംബ്. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത് ഞങ്ങളുടെ ടീച്ചറോടാണ്. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യചിഹ്നവുമായിട്ട് ഞാൻ നിന്നപ്പോഴും ചേർത്ത് നിർത്തി, പറ്റും, പ്രാക്ടീസ് ചെയ്താൽ പറ്റും, നേടിയെടുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയ ടീച്ചറോട്. ടു എവ്രി വൺ ഔട്ട് ദെയർ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ തന്നെ പ്രയത്നിക്കും. കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും പറയുക തന്നെ ചെയ്യും. അവർ നമ്മളല്ലെങ്കിൽ വേറെ ഒരാളെക്കുറിച്ച്, അവർക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്, അവർ പറയുക തന്നെ ചെയ്യും. അത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ നേടിക്കഴിയുമ്പോഴത്തേക്ക് വി വിൽ ഫീൽ ദ പ്രൗഡസ്റ്റ്.